ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ. മക്കളെ, JNV അതായത് ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷന്റെ സിലബസിൽ വമ്പൻ മാറ്റമാണ് വന്നിട്ടുള്ളത്. സോ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് പഠിച്ചിട്ടില്ലെങ്കിൽ പണി പാളും. സോ എന്റെ മക്കൾ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JNVയുടെ സിലബസിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. സോ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ ബേസിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സാമിനേഷന് നമുക്ക് ബേസിക്കലി വരുന്നത് 3 പാർട്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ വരാറുള്ളത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാറ്റ് ആയിരുന്നു. ഈ മാറ്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരാറുള്ളത്. ഈ 40 ക്വസ്റ്റ്യൻസിനെ ഇപ്രാവശ്യം മുതൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് മാറ്റ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അവിടെ 20 ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം വരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്റെ മക്കൾ ശ്രദ്ധിക്കുക, ഈ മാറ്റിന്റെ പുറമെ 20 ക്വസ്റ്റ്യൻ മാറ്റ് ആണെങ്കിൽ അവിടെ 20 ക്വസ്റ്റ്യൻ പുതിയൊരു സെക്ടർ ആയിട്ടുള്ള EVS അതായത് എൻവിറോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഒരു പുതിയ സാധനം കൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ വർഷം മാറ്റിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് 10 പാർട്ടുകളായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം 5 പാർട്ടുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. കൃത്യമായിട്ട് നമുക്ക് ആ സിലബസിലൂടെ പോവേണ്ടതുണ്ട്. സോ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്തതെന്ന് പറയുന്നത് AT ആണ്. ദാറ്റ് ഈസ് അരിത്തമെറ്റിക് ടെസ്റ്റ്. അരിത്തമെറ്റിക് ടെസ്റ്റിൽ നിന്നും ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ ഉള്ളത് 20 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് LT എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. LT എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ലാംഗ്വേജ് ടെസ്റ്റിനും ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നത് 20 ക്വസ്റ്റ്യൻ തന്നെയാണ്. ATയിലുള്ള സിലബസിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്താണ് ആ മാറ്റങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ്. എക്സാമിന്റെ നാച്ചുറൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആൻഡ് EVS അതായത് എൻവിറോൺമെന്റൽ സ്റ്റഡീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി വി ഹാവ് 5 പാർട്സ്. 5 ഭാഗങ്ങളാണുള്ളത്. ഓരോ ഭാഗത്തു നിന്നും 4 ക്വസ്റ്റ്യൻസ് വരും. ഓരോ ഭാഗത്തു നിന്നും 4 ക്വസ്റ്റ്യൻസ് വരും. സോ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന 20 ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ആയി. അതാണ് മാറ്റ് എന്ന് പറയുന്നത്. ആ പറയുന്ന 4 ടോപ്പിക് ഏതാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ആ 4 ടോപ്പിക്സ്, ആ 5 ടോപ്പിക്സ്, 4 ടോപ്പിക്സ് അല്ല 5 ടോപ്പിക്സ്. 5 ടോപ്പിക്സിൽ നിന്നും 4 ചോദ്യം ഓരോ ടോപ്പിക്കിൽ നിന്നുമാണ് ചോദിക്കുക. സോ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പാറ്റേൺ കംപ്ലീഷൻ ആണ്. പാറ്റേൺ കംപ്ലീഷൻ, പാറ്റേൺസിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള അതിനൊക്കെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തത് ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ്. ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ് രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ. ട്രയാങ്കിൾ വരാം, സ്ക്വയർ, സർക്കിൾസ് ഒക്കെ വരാം എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, മിറർ ആൻഡ് വാട്ടർ ഇമേജിങ്. മിറർ ഇമേജസ് ഉണ്ടാവാറുണ്ട് അല്ലെ? നമ്മൾ ഇപ്പം A എന്ന് പറയുന്നത് മിററിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുക, B എന്നുള്ളത് മിററിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുക, ഈ രൂപത്തിലുള്ള മിറർ ഇമേജിംഗ് സെറ്റപ്സ് അതും നമ്മുടെ ഈ മാറ്റിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് എംബഡഡ് ഫിഗേഴ്സും വരാറുണ്ട്. ഈ 5 പാർട്ടിൽ നിന്നും ഓരോ പാർട്ടിൽ നിന്നും 4 ചോദ്യങ്ങൾ വീതമായിരിക്കും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ EVS എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടോപ്പിക്കാണ്. EVS എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് 4 പോയിന്റുകളാണ്. ഈ 4 മെയിൻ പോയിന്റുകൾ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം പുതിയ ഒരു എന്താണ് സെറ്റപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 15 MCQ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന നാച്ചുറൽ വേൾഡ്, ഹ്യൂമൻ ബോഡി, സയൻസ് ഇൻ ഡെയിലി ലൈഫ്, സോഷ്യൽ സറൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരും. അതിനുശേഷം ഒരു പാസേജ് തന്നിരിക്കും. ആ പാസേജിൽ നിന്നും 5 ക്വസ്റ്റ്യൻസുമാണ് നിങ്ങളുടെ EVS എന്ന് പറയുന്ന ഈ ഒരു സിലബസിൽ വരാൻ പോകുന്നത്. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു പുതിയ ആളാണ്, പുതിയ ആശാനാണ്, പുതിയ സിലബസ് ആണ്. സോ ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന കുട്ടി, ഈ കോൺസെപ്റ്റ് കൃത്യമായിട്ട് റെഡിയാക്കുന്ന കുട്ടിക്കായിരിക്കും ഈ പ്രാവശ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സെഷൻ, സെക്കൻഡ് സെഷൻ ആയിട്ടുള്ള നമ്മുടെ അരിത്തമെറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് 12 ടോപ്പിക്കാണുള്ളത്. അതിൽ 9 എണ്ണമാണ് മേജർ ആയിട്ട് വരുന്നത്. സോ ഈ 9 ടോപ്പിക്കിൽ നിന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു 9 ടോപ്പിക്, ഇവിടെ നിങ്ങൾക്ക് 3 ടോപ്പിക് കാണാം.
ആസ് വെൽ ആസ് ഇവിടെ നിങ്ങൾക്ക് 9 ടോപ്പിക്സ് കാണാം. ഈ 9 ടോപ്പിക്സ് ടോട്ടൽ 9 ടോപ്പിക്സ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ എന്ത് നടക്കാൻ പോകുന്നത്, അരിത്തമെറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നത്. സോ അവിടെ 20 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക് വെച്ച് കണ്ടിട്ട്, ഈ പറയുന്ന 12 ടോപ്പിക്കുകൾ വെച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ലാംഗ്വേജ് ടെസ്റ്റ് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരു പാസേജ് തരും, അതിന് 5 ക്വസ്റ്റ്യൻസ് തരും. ഒരു പാസേജിന് 5 ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ 4 പാസേജസ് ആണ് ഉണ്ടാവുക. 4 പാസേജിന് മൊത്തം 20 മാർക്സ് ആണ് നിങ്ങൾക്ക് എക്സാമിന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിലബസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ടും അതുപോലെ തന്നെ ഡീറ്റെയിൽസിനായിട്ടും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ നവോദയ സ്കൂൾസിലേക്ക് അഡ്മിഷൻ എടുക്കാൻ, എൻട്രൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം അഥവാ നവോദയ എൻട്രൻസ് എക്സാമിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഉടൻ തന്നെ ആ ലിങ്ക് ഫിൽ ചെയ്യാതെ വെക്കുക. That's all for today. It's me, Seni Wadagan, signing off from RKNX. Bye bye. See you later.